നല്ല കളർഫുൾ സ്കൈ, അത് കഴിഞ്ഞിട്ട് അവിടെ പ്ലെയിൻ പോകുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ. ഇതേ ഈ സ്ട്രീറ്റിന് അടിയിൽ കൂടെ അടുത്ത റോഡ് പബ്ലിക് സ്മാർട്ട് ടോയ്ലറ്റ്. ഇതിവിടെ ക്ലീനപ്പ് ഫോഴ്സിൻ്റെ വണ്ടി പോകുന്നുണ്ടോ? രാവിലെ ആയിട്ട് തന്നെ രാവിലെ ക്ലീനിങ് പരിപാടി നടക്കുകയാണ്. ഈ ബിൽഡിങ്സ് കണ്ട് അടുത്ത വാതിലെത്തി കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എല്ലാ ചെറിയ ചെറിയ രാജ്യത്തിൻ്റെയും ചുറ്റിനും ഒരു കോട്ട മതിൽ കാണും. കോട്ട കവാടത്തിന് വലിയ വാതിലിൽ കാണും, ഗേറ്റുകളൊക്കെ. ടീൻ ദർവാസ ഓർ ട്രിപ്പിൾ ഗേറ്റ്വേ. ഇറ്റ് വാസ് ഇറക്റ്റഡ് ഡ്യൂറിംഗ് ദ റീഗൻ ഓഫ് സുൽത്താൻ നാസിർ ഉദ്ദീൻ അഹമ്മദ് ഷാ വൺ. ആ പേര് തന്നെ ഈ അഹമ്മദാബാദ്. ഓ, ഇവിടെ മീൻ മാർക്കറ്റാണ് കേട്ടോ. വെറൈറ്റി ഓഫ് ഷൂസാണ് കേട്ടോ. ഇവിടെ റെഡിയാകുമോ മാർക്കറ്റ്? ഗാന്ധി റോഡ് നേരെ, റായ്പൂർ ദർവാജ ലെഫ്റ്റിലോട്ട്, റിലീഫ് റോഡ് അടുത്തോട്ട്. നമ്മുടെ എറണാകുളത്തൊക്കെ ഉള്ള മറ്റേ ആ ജൂ സ്ട്രീറ്റ് ഉണ്ടല്ലോ, അവിടെയൊക്കെ വലിയ വലിയ ബിൽഡിങ്സ് ഉണ്ട്. പക്ഷേ റോഡ് ഇത്രയും വീതി കാണത്തില്ല. ഇവിടെ നല്ല വീതിയുണ്ട്. എന്നാൽ ആ റോഡിൻ്റെ സൈഡിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു പഴയ സാധനങ്ങൾ നശിപ്പിക്കാതെ തന്നെ റെനോവേറ്റ് ചെയ്തെടുത്തൊരു സ്ട്രീറ്റ് ആയിരിക്കും ഇത്. പഴയ ബിൽഡിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ അതേണ്ട് പഴയ ബിൽഡിങ് അല്ലേ ഇത്? ഓൾമോസ്റ്റ് എല്ലാം പഴയ ബിൽഡിങ് തന്നെ. ഈ അഡ്രസ് ചാർ രാസ്ത ഗാന്ധി റോഡ്. ഈ നാൽക്കവലയ്ക്കായിരിക്കും ചാർ രാസ്ത ഉദ്ദേശിച്ചത്. അതെ അതെ, 4 റോഡ്, 4 മുക്ക് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറഞ്ഞേ. ഇത് 4 റോഡ് ഗാന്ധി റോഡ് അഹമ്മദാബാദ്. അവിടെ പുറകെ കണ്ട ആ ബോർഡ് ഉണ്ടല്ലോ, അതാ ഇവിടെ കാണിക്കുന്നത് നേരെ പോകുന്ന ഗാന്ധി റോഡ്. നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് നമുക്ക് നേരെ പോകണ്ടേ? നേരെയാ ഗാന്ധി റോഡിനാണ് പോകേണ്ടത്. പക്ഷേ നോ എൻട്രിയാ വണ്ടികൾക്കോടെ. എല്ലാം ഇതിൽ തന്നെ അതിൻ്റെ വെച്ചിട്ടുണ്ട്. ഉണ്ടോ? നോ എൻട്രി ആയാലെന്താ? എൻ്റെ കയറി പോകുന്നില്ല കൂടായിട്ട്. ഇതായിട്ട് വണ്ടി ഉന്തിക്കൊണ്ട് വരും. ഇതുകൊണ്ടാണ് ഞാൻ വണ്ടി എക്സസൈസിന്റെ ഭാഗമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ജോഗി ചെയ്യാറില്ലേ? വണ്ടി സ്റ്റാർട്ടാണ് ഓൾറെഡി. കണ്ടോ? വണ്ടി സ്റ്റാർട്ട് ചെയ്യണ്ടാ പോകുന്നത്. അത് എക്സസൈസിന്റെ ഭാഗമാടാ. ഇതെന്ന് പറഞ്ഞാല് വണ്ടി കുന്തൽ ടെക്നോളജി. വാവ്. അതേടാ ക്രോംപ്ടൺ, നമുക്കറിയാവുന്ന ബ്രാൻഡ്. നമ്മൾ ഡയറക്റ്റ് കമ്പനി എടുക്കുവാണെങ്കിൽ നമുക്ക് ഡീലർഷിപ്പ് കിട്ടും. ഡീലറായിട്ടോ ഏജന്റായിട്ടൊക്കെയാ നമുക്ക് വേണ്ട ഇതുപോലെ ഒരു ബോർഡ് വെക്കാം. പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല, വെറുതെ ബോർഡ് വെക്കാം, ഒരു ബോർഡ് വെക്കാം. എടാ തേങ്ങ ഇത് കരിക്കാണ്, കരിക്കല്ലേ ഇടുന്നത്? അതെ അതെ. നേട്ടാ നോക്കി 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 കരിക്ക് തന്നെ ഓട്ടോയിൽ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വലിയ വണ്ടിയെ കരിക്ക് കൊണ്ടുവന്നിട്ട് ഓട്ടോയിലോട്ട് ലോഡ് ചെയ്ത് ലോക്കൽ മാർക്കറ്റിലേക്ക് എത്തിക്കാനായിരിക്കും കരിക്ക് വിൽക്കാൻ. പട്ടി വരുന്നുണ്ട്, കൂട്ടമായിട്ട് പട്ടി വരുന്നു. നല്ല ആരോഗ്യമുള്ള പട്ടിയാണ്. നല്ലതായിട്ട് തിന്ന് കൊഴുത്തിരിക്കുകയാണ് നമ്മുടെ ഓരോന്നിൻ്റെ. അല്ല തൊലിപ്പം പട്ടിയല്ല, ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു അട്രാക്ഷൻ വിഷ്ണുവിലേക്ക് കാണുന്നു. അതെ, അതിന് ഇറച്ചി കഷ്ണം കിട്ടിയ അതിന് വേണ്ടെന്ന് പറയുമോ? കണ്ടോ സുഹൃത്തുക്കളെ, ഈ ഓട്ടോ ഉണ്ടോ? ജസ്റ്റ് ഒരാൾക്കിരുന്ന് വണ്ടി ഓടിക്കത്തക്ക രീതിയിലുള്ള നല്ല കളർഫുൾ സ്കൈ. ഈ ജംഗ്ഷനിൽ തന്നെ, ഈ വഴിയുടെ പേരെന്താണ്? ഈ ഗാന്ധി റോഡിൻ്റെ ജംഗ്ഷനിൽ തന്നെ ഒരു ക്ഷേത്രമാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ. പിന്നെ അങ്ങോട്ട് വേറെ റോഡുണ്ട്, നിറച്ച് പൊടിയാണ് സുഹൃത്തുക്കളെ. ഇത് ഗാന്ധി റോഡാണ്, നിയർ ബാല ഹനുമാൻ. എനിക്ക് ആ ക്ഷേത്രത്തിൻ്റെ പേരായിരിക്കും ബാല ഹനുമാൻ ക്ഷേത്രം. ഇത് മൊത്തം മാർക്കറ്റുകളാണ് സുഹൃത്തുക്കളെ. മാർക്കറ്റിൻ്റെ അവസ്ഥ ശരിക്കും ഇപ്പോൾ കാണാൻ പറ്റത്തില്ല. ഇവിടെ എല്ലാം ഇലക്ട്രോണിക് സാധനങ്ങൾ വിൽക്കുന്ന മാർക്കറ്റാണ് കേട്ടോ. ഇലക്ട്രിക്കൽ ലൈറ്റുകൾ, ഫാൻ, സ്വിച്ചുകൾ, കമ്പനികൾ, എല്ലാ ബ്രാൻഡും ഉണ്ട്. ലോക്കൽ മാർക്കറ്റിലെ ബ്രാൻഡ്സും ഉണ്ട്. പിന്നെ അല്ലാത്ത ടോപ്പ് നാഷണൽ ഇൻ്റർനാഷണൽ മാർക്കറ്റ്സ് ബ്രാൻഡുകളുണ്ട്. സ്ട്രീറ്റ് നല്ല വൃത്തിയുള്ളതാണ്. രാവിലെ ആരൊക്കെ തൂത്തിട്ടുണ്ട് ഇവിടെ, തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് ഇവിടെ കേട്ടോ. സ്ട്രീറ്റ് അങ്ങോട്ട് നല്ല വൃത്തിയുണ്ട്. ഇവിടെ മുമ്പിലാണെങ്കിൽ അത്യാവശ്യം ഹിസ്റ്റോറിക്കൽ ഒരു ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. ഒരു ബിൽഡിംഗ് കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ പ്ലെയിൻ പോകുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ. ഇവിടെ ഒരു വലിയൊരു ബിൽഡിംഗ് ആണ്. നല്ല ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്ങിന് ലുക്കുണ്ട്, നല്ല ഭംഗിയുണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ നിപ്പ് കാണാനും സ്ട്രക്ചർ കാണാനും അതിൻ്റെ പണികൾ കാണാനും. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബോർഡുണ്ട്. ഇതേ ഈ സ്ട്രീറ്റിന് അടിയിൽ കൂടെ അടുത്ത റോഡ്. ഈ കാണുന്ന പാലമാണ് സുഹൃത്തുക്കളെ. കൊള്ളാം കേട്ടോ. ഓ, നമ്മളിപ്പോൾ ഇതുവരെ കണ്ട സ്ട്രീറ്റിന് അടി സ്ട്രീറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചൈനയിൽ മാത്രമല്ല ഇത്ര സ്ട്രീറ്റുകളുള്ളത്, നമ്മുടെ ഗുജറാത്തിലും ഉണ്ട്.
ഈ സിറ്റിയൊക്കെ വൃത്തിയാക്കുന്ന ക്ലീനിങ് പരിപാടിയുള്ള ആൾക്കാരാണ് തോന്നുന്നത്. സ്ട്രീറ്റൊക്കെ നല്ല വൃത്തിയാണ്. നമ്മുടെ എല്ലാ സ്ഥലങ്ങളും, ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളും ഇതുപോലെ സ്ട്രീറ്റ് വൃത്തിയാക്കാൻ ആളുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇവിടെ വൃത്തിയാക്കാൻ ആളുണ്ട്, പക്ഷേ ഇത് വൃത്തിയാക്കാനാണ് കൂടുതൽ ആൾക്കാർക്ക് ഈ സത്യം വളരെ സത്യമായ കാര്യമാണ്. ഇൻസ്പിറേഷനാണ് നമ്മളെപ്പോഴും ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ ആരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിയായി രക്ഷപ്പെടാൻ നോക്കാറുണ്ട്. ശരിക്കും വൃത്തികേടാക്കുന്നതിനകത്ത് നമ്മുടെ പങ്ക് വലുതാണ്. 11 മണി കഴിഞ്ഞ് ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ആകത്തുള്ളൂ സുഹൃത്തുക്കളെ. നമ്മളിപ്പോൾ ഈ നടപ്പെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 കിലോമീറ്ററാണ് ആകെ നടക്കേണ്ടത്. ഇപ്പോൾ ഇനി എത്ര ദൂരമുണ്ട്? ഇനി ഒരു 850 മീറ്റർ. ഇനിയും വെറും 850 മീറ്റർ നടന്നാൽ മതി. അവിടെ ഒരു നദിയുടെ തീരത്ത് നമുക്ക് ഇരിക്കാനൊരു സെറ്റപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. നദിയുടെ പേരെന്താ? സബർമതി. കുറച്ചുകൂടി വലിയ സബർമതി എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ, എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ. സബർമതി നദിയുടെ തീരത്ത്. പുഴയാണോ നദിയാണോ? അപ്പോൾ എന്തായാലും അതിൻ്റെ തീരത്ത് നമുക്ക് ഇരിക്കാൻ പറ്റും. തണ്ണിമത്തനും കരിക്കും. ഇതെന്താ? പബ്ലിക് സ്മാർട്ട് ടോയ്ലറ്റ്. അത് കൊള്ളാം. എല്ലാ നാട്ടിലും അത്യാവശ്യമാണ് ജനസംഖ്യ. ഈ സംഭവം കണ്ടോ? ഇത് ഭയങ്കര കൂടിയ പുതിയ ടൈപ്പിലെ ട്രാൻസ്ഫോമറാണ്. ഇതിവിടെ ക്ലീനപ്പ് ഫോഴ്സിൻ്റെ വണ്ടി പോകുന്നുണ്ടോ? പക്ഷേ ഇവിടെ ഈ സിറ്റി ക്ലീനിൻ്റെ ഭാഗമായിട്ട് സൈഡിൽ എടുത്ത വേസ്റ്റുകൾ ആ വണ്ടിയെ കയറ്റിക്കൊണ്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. വേസ്റ്റുകൾ ലോഡ് ചെയ്യുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ വേസ്റ്റുകൾ ക്ലീൻ ചെയ്യുക മാത്രം പോരാ, വേസ്റ്റുകൾ ഇടുന്നവർക്കുള്ള പണിയും കൊടുക്കണം. ഇത് തുപ്പായിരിക്കാമെന്നറിയത്തില്ല ഈ കമ്പിൻ്റെ പുറത്ത് ചാക്കിട്ട് മുടിയേക്കുന്നത് കണ്ടേ. പക്ഷേ തുപ്പിയൻ്റെ തന്നെ എന്തുമാത്രം നിറന്നു നോക്കിയത് താഴെ. ഇവിടെ ആൾക്കാർക്ക് മുറുക്ക് കൂടുതലാണ് സുഹൃത്തുക്കളെ. കണ്ട എല്ലാവരും മുറുക്കി തുപ്പി നടക്കുന്നത്. ഈ ക്ലീൻ ചെയ്ത സ്ഥലത്തോട്ട് തന്നെ പുളുക്കുന്ന കൊണ്ട് ആൾക്കാർ തുപ്പുന്നുണ്ട്. തുപ്പി ഒരു പരുവാക്കും ഇവിടെ. കണ്ടോ എല്ലായിടത്തും രാവിലെ ആയിട്ട് തന്നെ രാവിലെ ക്ലീനിങ് പരിപാടി നടക്കുകയാണ്. വേസ്റ്റുകൾ വാരി എടുത്തുകൊണ്ട് പോകുന്ന പരിപാടികളൊക്കെ. ഷാഹി ജമാ മസ്ജിദ് അഹമ്മദാബാദ്. ഇവിടെ ഒരു മസ്ജിദൊക്കെ ഉണ്ട്. സുന്നി മുസ്ലിം വഖഫ് കമ്മിറ്റി അഹമ്മദാബാദ്. ഇതൊക്കെ നല്ല ഭയങ്കര പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ്. ഇതിൻ്റെ അടിയിലൊക്കെയാണ് കടകൾ നിൽക്കുന്നത്. കണ്ടേ അവിടെ നേരെ ഈ മുമ്പിൽ കാണുന്ന ബിൽഡിങ്ങിന് നേരോട്ടുള്ള നില നോക്കി എന്തോ ഖനമുണ്ടെന്ന്. മൊത്തം പഴയ ബിൽഡിങ്ങാണ് സുഹൃത്തുക്കളെ. ഈ ബിൽഡിങ്സ് കണ്ട. പക്ഷെ റിസോർട്ട് കാണാൻ എന്തെല്ലാം കൂടെ കേട്ടോ. നമ്മുടെ മുമ്പിൽ തന്നെ അടുത്ത വാതിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആ ദർവാസയുടെ പേരെന്തോന്ന് അറിയത്തില്ല. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഇത്തരം വാതിലുകൾ കാണാം. നമ്മൾ അവിടെ കണ്ട ബോർഡ് അനുസരിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ അഹമ്മദാബാദിലെ മറ്റ് ദർവാസകൾ എല്ലാ വാതിലുകളും അവിടെ ഉണ്ടായിരുന്ന ഒരു നീളമുള്ള പേര് കണ്ടോ, ആ രാജാവിൻ്റെ കാലത്ത്. ഇതൊന്ന് മുഗൾ ചക്രവർത്തിയായിരിക്കും. ആ ചക്രവർത്തിയുടെ കാലത്തുണ്ടാക്കിയതാണ്. ചെറിയ യാത്രയുടെ ക്ഷീണവും അതൊക്കെ ഭാഗമായിട്ടാണ് ചക്രവർത്തി എന്നൊക്കെ ആയി പോകുന്നത്. പക്ഷേ ചക്രവർത്തിയാണ്. ഈ ഗേറ്റിൻ്റെ പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കണ്ട ഗേറ്റ് ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ്. ഇതാണെങ്കിൽ അവിടെ തന്നെ പറയുന്നുണ്ട് അഹമ്മദാബാദിലെ ആ ഒറ്റ ഗേറ്റ് ഒഴികെ ബാക്കി എല്ലാ ഗേറ്റും ഉണ്ടാക്കിയത് ഒരു രാജാവാണെന്ന്, ഒരു ചക്രവർത്തി. അത് എനിക്ക് തോന്നുന്നു മുഗൾ രാജവംശത്തിലെ ചക്രവർത്തി ആയിരിക്കണം. ഏതോ ഒരു നീളമുള്ളൊരു പേരാണ്. ആ പേര് നമ്മളെന്തായാലും പിന്നെ പറയുന്നതായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയതായിരിക്കണം. അങ്ങനെങ്കിൽ ഈ ഒരു വാതിലും കോട്ടവാതിൽ, പണ്ട് കാലത്ത് ഈ കോട്ടവാതിൽ എന്ന് പറഞ്ഞാൽ എല്ലാ ചെറിയ ചെറിയ രാജ്യത്തിൻ്റെ ചുറ്റിനും ഒരു കോട്ടമതിൽ കാണും. ആ ചെറിയ രാജ്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ആ ചെറിയ രാജ്യത്തിന് ചെറിയ ഒരു നാട്ടുരാജാവും കാണും. ഈ ശത്രുക്കളെ കൂടുതലും കയറി വരുന്ന ഇത്തരം വാതിലിൻ്റെ ഇത്തരം വാതിൽ കൂടെ. അതുകൊണ്ട് ഈ കോട്ടവാതിൽ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് നല്ല വീതി കാണും. ഇതിൻ്റെ മണ്ടയ്ക്കായിരിക്കും ഭടന്മാരെ അമ്പുകളുമായി നിർത്തിയേക്കും. അപ്പം കയറി വരുന്ന ആൾക്കാരെ അമ്പ് വിട്ട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ വേണ്ടി. നമ്മൾ മറ്റേ ബാഹുബലിക്കൊക്കെ കണ്ടിട്ടില്ലേ, കോട്ടക്കവാടത്തിന് വലിയ വാതിലിൽ കാണും ഗേറ്റുകളൊക്കെ. ആ ഗേറ്റുകളൊക്കെ വലിയ ഭടന്മാർ കുന്തവുമായിട്ട് നിന്ന് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ആണ് പണ്ട് ഉണ്ടായിരുന്നത്.
അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയ കോട്ടവാതിലുകളായിരുന്നത്. അതിൻ്റെ ഒരു അട്രാക്ഷനും അന്നത്തെ രാജാക്കന്മാരുടെ ആഡംബരവും കാണിക്കാൻ വേണ്ടി അതിൽ നിറയെ കൊത്തുപണികളുടെ നിർമ്മാണങ്ങൾ കാണും. അതുകൊണ്ട് അടിമുടി താഴെ മുതൽ മുകളിൽ വരെ അന്നത്തെ സ്ട്രക്ചറൽ ആർക്കിടെക്ചറൽ കലാവൈഭവങ്ങൾ നിറഞ്ഞ പണികൾ അടിമുടി ഇങ്ങനെ പണിഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ കോട്ടവാതിലിൻ്റെ മണ്ടയ്ക്കുള്ള ദൃശ്യങ്ങൾ കിട്ടാൻ വേണ്ടി ചെറിയ ചെറിയ അഴികൾ, അപ്പോൾ അതുവഴി നമുക്ക് കാഴ്ചകളിലൂടെ കാണാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ മണ്ടയ്ക്ക് മറ്റേ പീരങ്കിയും വെക്കാം. അതെ അതെ, ആ ഓട്ടെ കൂടെ പീരങ്കിയും വെച്ച് കാച്ചാം. തുടരാം. അവിടെ ഒരു ബോർഡുണ്ട്, നമുക്ക് അവിടെ ബോർഡ് നോക്കിയിട്ട്. സുഹൃത്തുക്കളെ, ഇതിൻ്റെ പേര് ടീൻ ദർവാസ ഓർ ട്രിപ്പിൾ ഗേറ്റ്വേ. ഇറ്റ് വാസ് ഇറക്റ്റഡ് ഡ്യൂറിംഗ് ദ റീഗൻ ഓഫ് സുൽത്താൻ നാസിർ ഉദ്ദീൻ അഹമ്മദ് ഷാ I, who ruled the region from 1411 AD to 1442 AD. അഹമ്മദ് ഷാ എന്ന് പറഞ്ഞിട്ടുള്ള എന്ന് പറഞ്ഞിട്ടില്ലയോ? ആ പേര് തന്നെ ഈ അഹമ്മദാബാദ് എന്ന് വരുന്നത് ആയിരിക്കും. ഇവിടെ മീൻ മാർക്കറ്റാണ് കേട്ടോ. ഓ, ഇവിടെ മീൻ മാർക്കറ്റാണ് കേട്ടോ. കൊള്ളാം. ഇതാണ് ആ ദർവാജയുടെ ഫ്രണ്ട്. ഇതിനകത്ത് എവിടെ വെച്ചോണ്ട് പോകാനാ സുഹൃത്തുക്കളെ? ഇത്രയും സാധനമായിട്ട് വന്നവർ ഇനി എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ എവിടെ വെച്ചോണ്ട് പോകും? ഇത് നമുക്ക് എവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം വെക്കാൻ പറ്റുമെന്ന്. പക്ഷേ ഷൂ കണ്ടിട്ട് നമുക്കൊന്ന് മേടിച്ച് നോക്കിയാലോ എന്നൊരു ആഗ്രഹമുണ്ട്. കൊള്ളാം, വെറൈറ്റി ഓഫ് ഷൂസാണ് കേട്ടോ. അവർ പറഞ്ഞ 11 മണിയാകുമ്പോഴത്തേക്കല്ലയോ മാർക്കറ്റ് തുടങ്ങുമെന്ന് പറഞ്ഞാൽ. അതെ, അതിന് സെറ്റ് ആക്കുമല്ല. അതെ അതെ. എടാ, യുനെസ്കോ അംഗീകരിച്ച സിറ്റീസിനകത്ത് ഒന്നാണ് ഈ അഹമ്മദാബാദ്. ഇവിടെ റെഡിയാകുമോ മാർക്കറ്റ്? അപ്പം ഈ തീൻ ദർവാജ എന്താ പറയുക, പ്രവേശന കവാടത്തിൻ്റെ ഫ്രണ്ടിലാണ് ഈ ഷൂ മാർക്കറ്റ് മൊത്തം എന്ന് തോന്നുന്നു. ഈ പറഞ്ഞ മാർക്കറ്റുകളെല്ലാം സുഹൃത്തുക്കളെ എന്തുവാ റീറ്റെയിൽ മാർക്കറ്റാണ്, ഹോൾസെയിൽ മാർക്കറ്റാണ്, തെറ്റിദ്ധരിക്കരുത്. റീറ്റെയിൽ മാർക്കറ്റാണ്. കൂടുതലും ഇവിടെ ഉള്ളത് മുഴുവൻ ലോക്കലി മെയ്ഡ് പ്രൊഡക്ട്സ് ആയിരിക്കും. വലിയ ബ്രാൻഡ് പ്രൊഡക്ട്സിന് പകരം ഈ കാണുന്നിടത്തെല്ലാം ഈ ഭാഗം മുഴുവൻ ഷൂസിൻ്റെ പ്രൊഡക്റ്റുകളാണ്. അടിപൊളി ഷൂസൊക്കെയാണ്. സുഹൃത്തുക്കളെ, ഇവിടുന്ന് അങ്ങോട്ട് ക്ലോത്തിൻ്റെ മാർക്കറ്റാണെന്ന് തോന്നുന്നു. നമുക്ക് ഒക്കുവാണെങ്കിൽ പിന്നെ ഇറങ്ങാം ഈ ക്ലോത്ത്സിൻ്റെ മാർക്കറ്റിൽ കേട്ടോ. ഫ്ലോറിംഗ് വർക്കുകളെല്ലാം ചെയ്തേക്കുന്ന മൊത്തം വർക്ക് അടിപൊളിയാണ്. ഇത് ഗ്രാനൈറ്റ് ഇല്ലയോ? അതെ അതെ, ഗ്രാനൈറ്റ് എന്ന് വെച്ചാൽ അങ്ങനെ ടൈപ്പ് ആയിരിക്കത്തില്ല, സ്റ്റോൺസാണ്. സ്റ്റോൺസ്. അതെ, സ്റ്റോൺസ് കൊണ്ട് മൊത്തം നമ്മൾ നടക്കുന്ന നടപ്പാത മാത്രമല്ല ഉണ്ട്, വണ്ടി ഓടുന്ന പാത വരെ. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൊണ്ട് എനേബിൾ ചെയ്യൂ. അടുത്ത വീഡിയോ കാണാം. അതുവരേക്ക് ഗുഡ് ബൈ.